നിങ്ങൾ ലാസ്റ്റ് മറ്റേ കാളയുടെ പുറത്തിരുന്നിരുന്ന മഹേഷ് ബാബുവിനെ മാത്രം കണ്ടുള്ളൂ. പക്ഷേ തുടക്കം തൊട്ട് ഈ ടീസറിന്റെ തുടക്കം തൊട്ട് പല പല ഫ്രെയിമിലും മഹേഷ് ബാബു ഉണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ എസ് രാജമൗലിയും മഹേഷ് ബാബു ഒരുമിച്ച് വരുന്ന പാൻ വേൾഡ് സിനിമ വാരണാസിയുടെ കോൺസെപ്റ്റ് ട്രെയിലർ പോലത്തെ ഒരു സംഭവം വന്നിട്ട് അതിന്റെ ഫ്രെയിം ബൈ ഫ്രെയിം അനലൈസ് ചെയ്ത് പോരാത്തതിന് നമുക്ക് കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ സ്റ്റോറി പ്രഡിക്ഷൻ നടത്താൻ പോവാണ്. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ടീസറിന്റെ ആ ഒരു തുടക്കത്തിൽ 512 CE, അതായത് അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പേ 22,500 കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഇന്ത്യയാണ് കാണിക്കുന്നത്, വാരണാസിയാണ് കാണിക്കുന്നത്. അവരെന്തോ ഒരു ഹോമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പവറിന് വേണ്ടിയിട്ടോ അങ്ങനെ വല്ല ഒരു ഹോമം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് 2027 ആസ്ട്രോയിഡ് ആയിട്ടുള്ള സംഭാവി എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ലോകത്തിന് ലക്ഷ്യമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ആ ഒരു ഹോമോ തമ്മിൽ ഇത് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം പണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ധീര കണ്ടപ്പോൾ ഒരു ഹോമം നടത്തിയിട്ട് അവസാനം മറ്റേ ഉൽക്ക വന്ന് പതിക്കുക എല്ലാം ഇതാവും എന്നൊക്കെ ഉള്ളൊരു അഷ്ടഗ്രഹങ്ങളുടെ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സീൻ ധീരയിൽ, അതുപോലത്തെ ഒരു സീനാവാനേ ചാൻസ് ഉള്ളൂ. പിന്നെ രാജമൗലിയുടെ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പടം ആയിക്കോട്ടെ അതിലൊരു ക്ലീഷേസ് ഉണ്ടാവും, പക്ഷേ അത് നല്ല രീതിക്ക് പുള്ളി എടുത്തു വയ്ക്കും. ഇത് അങ്ങനെ ഒരു ക്ലീഷേ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആസ്ട്രോയിഡ് ഇത് വന്ന് വീഴുന്നത് നമ്മുടെ അന്റാർട്ടിക്കയിലാണ്. റോസ് ഐസ് ഷെൽഫ് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. നിങ്ങളതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഉറുമ്പുകളുടെ പോലെ കുറേ മനുഷ്യന്മാർ അതിൻ്റെ മുകളിൽ പെടച്ച് കയറുന്നുണ്ട്, കുറേയൊക്കെ ഒരു ബോട്ടിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ പൃഥ്വിരാജിൻ്റെ ആൾക്കാരാവാനാണ് ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു സീനിലും ഇവരെ കാണാൻ പറ്റും. ഈവൻ പൃഥ്വിരാജിൻ്റെ പോസ്റ്റർ ആയിക്കോട്ടെ, പ്രിയങ്ക ചോപ്രയുടെ പോസ്റ്റർ ആയിക്കോട്ടെ, അതിലും ഇവരുടെ ഒരു ചെറിയ ഗ്ലിംസ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ താഴേക്ക് അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഒരു ഷിപ്പ് കാണാം. ഒരു ഷിപ്പ് അതായത് കറക്റ്റ് തലകുത്തിയാണ് ആ ഷിപ്പ് കിടക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടൈറ്റാനിക് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു ഷിപ്പറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല ഒരു ഷിപ്പ് കിടക്കുക, നേരെ ആയിരിക്കും. ഇത് ആരോ തൂക്കി എറിഞ്ഞ പോലെയാണ്, കറക്റ്റ് ഇൻവേർട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ അടുത്ത ഫ്രെയിം ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലെ അംബോസലി വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ ദൂരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരാൾ മറ്റേ പാരച്യൂട്ടിൽ ഇറങ്ങുന്നുണ്ട്. അത് മഹേഷ് ബാബു ആവാനാണ് ചാൻസ്. ഇത് നിങ്ങൾക്ക് 8K ഇട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ എന്റെ കമ്പ്യൂട്ടർ അടിച്ചു. ദാരിദ്ര്യാണ് സാറേ. പിന്നെ മഹേഷ് ബാബു ഇതിലൊരു ഇന്ത്യാന ജോൺസ് ട്രഷർ ഹണ്ടർ ആ ഒരു ടൈപ്പ് ആളാണെന്നാണ് മുമ്പൊക്കെ ലീക്സ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഈ ട്രെയിലർ ഈ കോൺസെപ്റ്റ് ആയിട്ട് കണ്ട പിന്നെ അത് ഏകദേശം ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്നത് കുറെ ഹിപ്പോപ്പൊട്ടാമസുകൾ ചേർന്ന് ഒരു മങ്കീനെ, ഒരു കുരങ്ങനെ ഇങ്ങനെ കഴിക്കാൻ നോക്കുന്നതും പുള്ളി ഇങ്ങനെ ചാടി പോകുമ്പോൾ മോളിക്കോട് ഒരു റോപ്പ് പോകണുണ്ടോ നിങ്ങൾ, അത് നേരെ ചെന്ന് ഒരു കൊട്ടവഞ്ചിയിലുള്ള മഹേഷ് ബാബുവിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആ ഹിപ്പോപ്പൊട്ടമസിന്റെ വായിക്കൂടെ നമ്മൾ പോകുന്നത് ഉഗാർബത്തി കേവ്സിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ വനാഞ്ചലിലുള്ള ഒരു ഫിക്ഷണൽ പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ ഒരുപാട് സംഭവങ്ങളുള്ളത്. അവിടെ ഒരു വലിയ ഭദ്രകാളിയുടെ പോലത്തെ ഒരു പ്രതിമയുണ്ട്. പക്ഷെ ഈ പ്രതിമ ശരിക്കും ഭദ്രകാളി എന്നല്ല, ചിന്നമസ്ത എന്ന് പറയുന്ന ഒരു ദേവിയുടെയാണ്. പാർവതി ദേവിയുടെ ഏറ്റവും ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു അവതാരമാണത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ദേവി സ്വന്തം തല വെട്ടി ആ ചോര പുള്ളിക്കാരിയുടെ തല തന്നെ കുടിക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ഒപ്പമുള്ള 2 കമ്പാനിയൻസിനും ആ ചോര ഇങ്ങനെ പോകുന്നുണ്ട്. പോലത്തേന് പുള്ളിക്കാരി കാല് വെച്ചിരിക്കുന്നത് കാമദേവന്റെയും രതി ദേവിയുടെയും മറ്റേ ആ സംഭവം നടക്കുന്നതിന്റെ ഇടയിലാണ്. അവരുടെ മേത്താണ് പുള്ളിക്കാരി കാല് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡാർക്ക് ടേൺ ആണ് രാജമൗലി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ നേരത്തെ അന്റാർട്ടിക്കയിൽ കണ്ട ആ ടൈപ്പ് ആൾക്കാർ, അതായത് പൃഥ്വിരാജിന്റെ ടീമായിരിക്കാം, അവര് ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ മിക്കവാറും നല്ലൊരു ഇടി പരിപാടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സൈഡിൽ ഒരു ക്ലിഫ് പോലത്തെ ഒരു സ്ഥലത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരാളാണ് മഹേഷ് ബാബു. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഏറ്റവും മുകളിൽ നിന്ന് പ്രിയങ്ക ചോപ്ര വീഴുന്നുണ്ട്. ആ ഒരു സാരി ഒക്കെ കൊടുത്തൊരു സ്ത്രീ. ഈ ഒരു അറ്റയർ നമുക്ക് ആ ഒരു ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ തന്നെ അറിയാം, അത് പ്രിയങ്ക ചോപ്രന്റെ ഒരു അറ്റയർ ആണ്. പക്ഷെ അതിൽ ഒരു മഞ്ഞ സാരിയായിരുന്നു, ഇതിലൊരു ചുമന്ന സാരിയാണ്. പക്ഷെ ആ പോസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പുള്ളിക്കാരി നിന്ന് ആ ഒരു ഫൈറ്റ് ചെയ്യുന്ന, ആ ഗണ്ണായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലം ഏകദേശം ഇതിനോട് സിമിലർ ആണ്. ചിലപ്പോൾ ആ ഒരു സീൻ തന്നെ ആയിരിക്കാം ഇത്. ആ ഒരു സാരിയുടെ കളർ മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിയതായിരിക്കാം. പക്ഷേ വേറൊരു സാധനമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്. ഈ ദേവിയുടെ വിഗ്രഹത്തിന്റെ ആ ഒരു പ്രതിമയുടെ താഴെ ഇരുന്നുകൊണ്ട് ഒരാൾ പൂജ ചെയ്യുന്നുണ്ട്. ഒരു പച്ച ഫ്ലെയിം ഒക്കെയാണോ ആയിരുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ചിന്നമസ്ത ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചോ അത് അതേപടി നമുക്ക് കൊണ്ടുതരും. നമ്മുടെ ഡിസയേഴ്സ് എന്താണോ അത് നമുക്ക് അതേപടി സാധിച്ചു തരും. പക്ഷേ നമ്മൾ സെലിബ്രേറ്റ് ആയിരിക്കണം. അതായത് 10-14 കൊല്ലം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിക്കണം. എന്നാലേ ചിന്നമസ്ത ദേവിനെ പ്രസാദിപ്പിക്കാനും ആ ഒരു വരം കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും പൃഥ്വിരാജ് ആ ഒരു പരിപാടി ഏറ്റായിട്ടുണ്ടാവും, കൈയും കാലൊന്നും വരും. പിന്നെ ആ പൂജ ചെയ്യുന്നതിൻ്റെ അടുത്ത് ഭയങ്കര ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു തൃശൂലം കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ തൃശൂലത്തിന് എന്തോ ഒരു പവർ ഉണ്ട്. ഇതേ തൃശൂലം കൊണ്ടിട്ടാണ് നമ്മുടെ മഹേഷ് ബാബു ഈ ടീസറിന്റെ അവസാനം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാധനം വേണം.
അത് എടുത്തു കൊടുക്കാൻ പോകുന്ന ഒരാളാണ് മഹേഷ് ബാബു. ആ സംഭവം എന്താണെന്നല്ലേ? അതെ, അടുത്ത ഒരു ഷോട്ടിൽ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ മെയിൻ സ്ഥലത്തേക്കാണ്, രാമായണം നടക്കുന്ന സ്ഥലത്തേക്ക്. 7200 BC ഈ ത്രേതായുഗത്തിലെ ലങ്കാ നഗരത്തിലേക്ക്. അവിടെ ഹനുമാനും രാമനും എല്ലാവരും ഉണ്ട്. പക്ഷേ ഹനുമാൻ്റെ ആ വാലിക്കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചാരിയറ്റ് പോകുന്നുണ്ട്. നല്ല 4K 8K ഇരുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് മഹേഷ് ബാബു തന്നെ ആവാനാണ് ചാൻസ്. ചാരിയറ്റിൻ്റെ പിറകിലിരിക്കുന്നത് പൃഥ്വിരാജ് ആവാനും ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം ഈ പടത്തിന് 3 ടൈറ്റിൽ ഐഡിയാസ് ആയിരുന്നു. ഒരെണ്ണം വാരണാസി, ഒരെണ്ണം രുദ്ര, ഒരെണ്ണം Gen 63. അതായത് നമ്മുടെ മഹേഷ് ബാബു എന്ന് പറയുന്നത് രാമൻ്റെ ജനറേഷനിലുള്ള ഒരാളാണ്. ശ്രീരാമൻ്റെ 63ാമത്തെ ജനറേഷനിലുള്ള ഒരാളാണ് മഹേഷ് ബാബു. പിന്നെ മഹേഷ് ബാബു തന്നെയാണ് ഇതിൽ രാമനായിട്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. പുള്ളി നമ്മുടെ രാജമൗലി തന്നെ ആ ഒരു ഇവൻറ്റിൽ പറഞ്ഞു, ഒരു 60 ദിവസം അവർ ഷൂട്ട് ചെയ്തതും ആദ്യം ഇത് തന്നെയാണ്. ഈ ഒരു അറ്റയറിൽ വന്നപ്പോൾ പുള്ളി കണ്ണിറങ്ങു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീരാമൻ തൻ്റെ ബ്രഹ്മാസ്ത്രം എന്തോ അതുപോലത്തെ ഒരു ദിവ്യാസ്ത്രം എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ബ്രഹ്മാസ്ത്രമാണോ എന്ന് ഉറപ്പില്ല. കാരണം ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് വരുന്നത് അവിടെ നിന്ന് ആരോ ഒരു സാധനം വലിയൊരു സാധനം പിടിച്ച് എറിയുന്ന ഒരു ഇതുണ്ട്. അത് ചിലപ്പോൾ കുംഭകർണനാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ രാവണനാവാനുള്ള ചാൻസ് ഉണ്ട്. രാവണന് നേരെയാണ് പുള്ളി രാമായണത്തിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാവണനാണെങ്കിൽ ഉറപ്പായിട്ട് അത് ബ്രഹ്മാസ്ത്രമായിരിക്കും. പിന്നെ ഇതേ ആ ഒരു ലൈറ്റ് നേരെ പോയി ആ ഒരു ട്രാൻസിഷൻ വരുന്നത് മണികർണിക ഘാട്ടിലേക്കാണ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇപ്പോൾ മഹേഷ് ബാബു ആയിരിക്കാം, ചിലപ്പോൾ ബ്രഹ്മാസ്ത്രം സമൺ ചെയ്യാൻ നോക്കുന്നതായിരിക്കാം. ഈ ഒറിജിനൽ വാരണാസിയും നമ്മുടെ ഈ പടത്തിനും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വാരണാസിയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാത്തപ്പോഴാണ് കൽക്കി വരുന്നതെന്നൊരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഈ ടീസർ തുടങ്ങുന്നതും വാരണാസി, അവസാനിക്കുന്നതും വാരണാസി, അത് മണികർണിക ഘാട്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ മഹേഷ് ബാബു ശൂലവും കൊണ്ട് കാളയുടെ പുറത്ത് കയറി വരുന്നുണ്ട്. ചിലപ്പോൾ, വളരെ ചിലപ്പോൾ രാജമൗലിയുടെ ആ ഒരു ഫിലിമിങ് ആ ഒരു ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാണ്, നമ്മുടെ മഹേഷ് ബാബു ചിലപ്പോൾ ഒരു ശിവൻ്റെ റീഇൻകാർണേഷൻ ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇത്രയും നേരം അനലൈസ് ചെയ്തതൊക്കെ ഒരു കഥയായിട്ട് പറയാം. ആദ്യം തൊട്ട് പറയാം. നമ്മുടെ മഹേഷ് ബാബു എന്ന് പറയുന്നത് ഒരു ഗ്ലോബ് ട്രോട്ടർ, അത് രാജ്യം മൊത്തം നടന്ന് ഇന്ത്യാന ജോൺസിൻ്റെ പോലെ ട്രഷറൊക്കെ ഹണ്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഫ്ലോഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം. ഒരു ദിവസം ഏറ്റവും വലിയ കൺസൈൻമെൻറ്റ് കിട്ടുന്നു, അതും പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന്. പുള്ളിയുടെ ആ ഒരു വയ്യായിയൊക്കെ മാറ്റാൻ വേണ്ടി മൃതസഞ്ജീവനി എടുത്തുകൊണ്ട് വരാനായിരിക്കും മിക്കവാറും. അത് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ കലിയുഗത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം, ഇവനെ കൊണ്ട് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളായിരിക്കാം. കാരണം ഇവൻ രാമൻ്റെ ആ ഒരു ലീനേജിൽ പെട്ടതാണ്. പക്ഷേ മഹേഷ് ബാബുവിന് അത് അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും വലിയൊരു പവറും കൊണ്ട് നേരെ അങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്യുക ത്രേതായുഗത്തിലേക്ക്. അതായത് രാമായണം നടന്ന ആ ഒരു ടൈമിൽ നിന്ന് ഈ സംഭവം അടിച്ചുകൊണ്ട് പോവുക. രാജമൗലിയുടെ ആ ഒരു സ്റ്റൈല് പ്രകാരം രണ്ടും ഈ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളൊന്നും വിചാരിക്കുന്നതായിരിക്കില്ല, വേറൊരു രീതിയിലായിരിക്കും കഥ. ഒന്നില്ലെങ്കിൽ ടൈം ട്രോട്ടർ എന്ന് പറയുമ്പോൾ വേറെ ടൈം ലൈനിൽ നടക്കുന്ന കഥയായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടൈം ട്രാവൽ ആവാൻ ചാൻസ് ഉണ്ട്.